നമസ്കാരം, ടൗൺ ടോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് മൊഗുരാൽപുത്തൂർ കടവത്തുള്ള കഫീനോ ഹബ്ബിലെ ചില വിഭവങ്ങളാണ്. എന്തായാലും ടൗൺ ടോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നോർമലി നമ്മുടെ നാടുകളിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, ഒരുപാട് കഫേ ഉണ്ട്. പക്ഷേ കഫീനോ ഹബ്ബ് ഡിഫറെൻ്റ് ആയി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള കുറച്ച് വിഭവങ്ങളാണ്. അത് ഒന്ന് അൽഫാമാണ്, മറ്റൊന്ന് ഷവർമയാണ്. അതോടൊപ്പം തന്നെ ഒരു ഷെയ്ക്ക് ഉണ്ട്, കഫീനോ ഷെയ്ക്ക്. ഏറെ പ്രിയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ചോയ്സ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് വിഭവങ്ങളെ വളരെ ഡീറ്റെയിൽ ആയി പരിചയപ്പെടുത്താൻ വേണ്ടി ടൗൺ ടോപ്പിൻ്റെ ഷോ ഞാൻ ഉപയോഗിക്കുകയാണ്. ഒപ്പം ഈ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ കൃത്യമായിട്ടുള്ള മേൽവിലാസം, അഡ്രസ്സ് കാസർഗോഡ് മൊഗുരാൽപുത്തൂരിലെ കടവത്തിലാണ് കഫീനോ ഹബ്ബ് ഉള്ളത്. റോഡരികിലായി തന്നെയാണ് കഫീനോ ഹബ്ബ് ഉള്ളത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരും. അവസാനം ആ വിഭവങ്ങളെ ഒന്ന് നിങ്ങൾ സ്വന്തമായി പരിചയപ്പെടാൻ കഫീനോ ഹബ്ബിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ കടമയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടൗൺ ടോപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. കഫീനോ ഹബ്ബിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഭവം തന്നെയാണ് അൽഫാമാണ്. അൽഫാമിൽ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഫീനോ ഹബ്ബിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ ഈ അൽഫാമിൽ ഏത് തരത്തിലുള്ള ഒരു ടേസ്റ്റാണ് കഫീനോ ഹബ്ബ് കസ്റ്റമേഴ്സിന് നൽകുന്നുള്ളത്, അത് നമ്മൾക്ക് തുറന്നു ചോദിക്കേണ്ടത് കസ്റ്റമേഴ്സിനോട് തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ കഴിച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ് അവർക്ക് അനുഭവം ഉള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പേരെന്താണ് പറഞ്ഞത്? നൗഫിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? It's like variety taste ആണത്. In the masala it's like good and Arabian taste. അതായത് ഇത് കഫീനോ ഹബ്ബിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ ഒരു അറേബ്യൻ മസാല, ആ ഒരു രുചിക്കൂട്ട് അല്ലെങ്കിൽ ആ ഒരു രീതി അൽഫാമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അൽഫാം കഴിക്കാറുണ്ട്, എല്ലായിടത്തും വ്യത്യസ്ത ടേസ്റ്റാണ് അല്ലേ. ചിലയിടത്ത് ഒരു സെയിം ടേസ്റ്റ് വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളത് അറിഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചപ്പോൾ മനസ്സിലായതാണോ? കുറേ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അൽഫാം. സോ ഐ തോട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റിയലി ടേസ്റ്റ് ചെയ്തതിന് ശേഷം മനസ്സിലായത് ഇറ്റ്സ് ടു ഗുഡ്. എങ്ങനെയാണ് തോന്നുന്നത്? ഒരു സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ കഴിക്കുമ്പോൾ? നോർമലി ഉള്ള അൽഫാമിൽ നിന്നൊരു വ്യത്യസ്തത കാണുന്നുണ്ട് അല്ല, ഒരു ഡിഫറെന്റ് കാണുന്നില്ലേ നമുക്ക്? ഓക്കെ, എന്തായാലും അനോഫിയ, താങ്ക് യു. ഓക്കെ, നമുക്കറിയാം അവരൊക്കെ തുറന്നു പറയുന്ന ഒരു കാര്യമാണ് അൽഫാമിൻ്റെ കാര്യം. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് കസ്റ്റമേഴ്സിന് കഫീനോ ഹബ്ബ് അൽഫാം നൽകുന്നുള്ളത്. അൽഫാമിനെ കുറിച്ച് കസ്റ്റമേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മളോട് തുറന്നു പറഞ്ഞു അല്ലേ. എന്തായാലും ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കണം, കാരണം എനിക്ക് കൂടി അറിയേണ്ടതുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് നിങ്ങളോട് ടേസ്റ്റ് പറയാം. നമുക്കിപ്പോൾ നോർമലി അൽഫാമിൻ്റെ ഒരു വലിയ ശേഖരണം തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു ഒരു പീസ് എടുക്കാം. അതെ, നേരത്തെ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു രുചി വൈഭവം ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്
നിങ്ങളിവിടെ വന്ന് കഴിച്ചാൽ തന്നെ അതിൻ്റെ ഫീൽ മനസ്സിലാക്കാം. എന്നാലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു മസാല ഇതിൻ്റെ അടുത്ത് പറയേണ്ടതുണ്ട്. അതായത് മസാല ഇതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് മസാല അതിൻ്റെ അളവിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീല് നമുക്ക്, അതിൻ്റെ ഒരു റിസൾട്ട് അൽഫാം തരുന്നുണ്ട്. ഒപ്പം മസാലനെ എടുത്തു പറയേണ്ടത് ഒരു അറേബ്യൻ ഡിഷിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു തരത്തിലുള്ള മസാലയാണ് ഈ അൽഫാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതാണ് മറ്റുള്ള അൽഫാമുകളിൽ നിന്ന്, മറ്റുള്ള അൽഫാമുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ആ ടേസ്റ്റിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തരാൻ കഫീനോ ഹബിൻ്റെ ഈ അൽഫാമിന് സാധിക്കുന്നത്. പിന്നെ സ്പൈസിയാണ്, നമുക്ക് ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. കാരണം എരിവ് അതിൻ്റെ ഏറ്റവും മിതമായ രീതിയിൽ വരുന്നുണ്ട്. ഉപ്പായാലും എല്ലാ രീതിയിലും കറക്റ്റ് അളവിൽ ചേർന്നിട്ടുണ്ട്. ഇനി വേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വേവ് അതിൻ്റെ ഒരു പാകമായിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ വേവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമേഴ്സ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറയാം. കാരണം ഞാൻ ഇത്രയൊക്കെ സംസാരിച്ച് അവസാനം അൽഫാമിലേക്ക് കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു ആകാംക്ഷയുണ്ട്. നല്ല രീതിയിലുള്ള നല്ലൊരു റിസൾട്ട് അൽഫാമിന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നിങ്ങൾ എന്തായാലും അൽഫാം കഴിക്കാൻ വരിക, ഫാമിലിയുമായിട്ട് വരിക. എന്തായാലും നല്ലൊരു റിസൾട്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇല്ല എങ്കിൽ തീർച്ചയായും ഞാൻ ക്ഷമ ചോദിക്കുന്ന ഒരു അവസരം വരെ വേണമെങ്കിൽ തരാം. കാരണം അത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ അൽഫാമിന് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ കഫീനോ ഹബിലെ ചായനെ കുറിച്ച് എന്ത് പറയാനുള്ള? ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു മസാല ടീ എന്നുള്ള രീതിയിൽ അല്ല. നോർമലി ഇപ്പോൾ ഒരുപാട് ചായ പലയിടങ്ങളിൽ നിന്ന് കുടിച്ചിട്ടായിരിക്കും. കഫീനോ ഇപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ? എവിടെയാണ് സ്ഥലം നിങ്ങളെ? മഞ്ചേശ്വരം. ഏകദേശം ഇവിടുന്ന് ഓക്കെ. രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിനൊന്നും കൂട്ടി വന്നപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞപ്പോൾ അടിപൊളി ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, കഫീനോ ഹബിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടി ഒരു സമയം മാറ്റി വെക്കേണ്ടി വരും. ചായ കിടിലനാണ്. അപ്പോൾ നമ്മൾ അൽഫാമിനെ കുറിച്ച് പരിചയപ്പെട്ടു. അൽഫാമിൻ്റെ രുചി വൈഭവങ്ങളെക്കുറിച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞു, ഞാനത് കഴിച്ചു, അത് ബോധ്യപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കഫീനോ ഹബിലേക്ക് അൽഫാം കഴിക്കാൻ നിങ്ങൾ വരും. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. കാരണം എവിടെയും കിട്ടാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കഫീനോ ഹബിലെ അൽഫാമിനുണ്ട്. അതിനോടൊപ്പം അൽഫാം കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ഒരു ഷെയ്ക്ക് ചിലപ്പോൾ ഓർഡർ ചെയ്തേക്കാം. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ക്കിനെ കഫീനോ ഹബ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അതായത് ഷെയ്ക്ക് എന്ന് പറയുന്നത് കഫീനോ ഷെയ്ക്കാണ്. അപ്പോൾ ഞാനതിനെ കഴിച്ചിട്ട് അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞുതരാം. അതായത് ഡേറ്റ്സും കാഷ്യൂവും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഈ ഷെയ്ക്കിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൽഫാമിനോടൊപ്പം കഴിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ക്ക് ഉപയോഗിക്കാം. നല്ലൊരു റിസൾട്ടാണ്. അതിനപ്പുറം നമ്മോടൊപ്പം കഫീനോ ഹബിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളായ ആബിദ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ആബിദിനോട് ചോദിക്കാം. കാരണം കേരളത്തിലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കഫേയിലും അൽഫാമോ അല്ലെങ്കിൽ ഷവർമ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. മറിച്ച് ഇവിടെ അതൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആബിദിനോട് ചോദിക്കാം. ആബിദ, ഇങ്ങനെയൊരു സംരംഭം, അതായത് കഫീനോ ഹബിൽ പൊതുവെ അൽഫാം ഉണ്ടാവാറില്ല, കഫേകളിൽ പൊതുവെ അൽഫാം ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഒരു ഫ്രഷ്നെസ് ആഗ്രഹിച്ച് വരുന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്തു പോകാനുള്ള രീതിയിലാണ് കഫേകൾ പൊതുവെ തുടങ്ങാറ്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള നീക്കത്തിന് കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 years 10 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ളതാണ്.
അപ്പോൾ പൊതുവെ അറിയാമല്ലോ കാസർഗോഡ് കൂടുതലായിട്ട് കഫകളാണുള്ളത്. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് ഞാനിത് കുറേ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ള 2 മസാലകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞതുപോലെ ഷവർമ ആണേലും അൽഫാമാണേലും. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് എനിക്ക് ഏറ്റവും നല്ല അറബിക് ഡിസ്റ്റോട് കൂടിയായിട്ട് ഞാൻ ചെയ്തത്. ഒരു ഉറപ്പ് നൽകുന്നുണ്ടല്ലോ കസ്റ്റമേഴ്സിന്. അത് ഞാൻ 100% അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മസാലയിലുള്ള ഒരു വ്യത്യസ്തത അൽഫാമിനെ മാറ്റിമറിക്കും. അത് എന്താ വെച്ചാൽ ആ മസാല നമുക്ക് ഇവിടെ കഴിക്കാൻ കിട്ടില്ല. എന്താ വെച്ചാൽ ഇതൊരു അറബിക്കിലായിട്ട് കിട്ടുന്ന ഒരു മസാലയാണ്. നോർമലി ആബിദ് പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ആ മസാല എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിൻ്റെയും അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ്. അപ്പോൾ നമ്മുടെ അൽഫാമിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റാണ്, അതിൻ്റെ ഏറ്റവും മെയിൻ പോർഷനാണ് മസാല. അത് അറബിക് മസാല അല്ലേ? അറബിക് മസാല അതിൻ്റെ ആ കണ്ടന്റ് അതിലേക്ക് കടന്നു വരുന്നതോടുകൂടി അൽഫാമിനൊരു വ്യത്യസ്ത ടേസ്റ്റ് മാറുന്നു. ആബിദ് മറ്റുള്ള ഹോട്ടലുകളിലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലെ അൽഫാമുമായി ഒരു കമ്പാരിസൺ ചെയ്യുകയല്ല, ഒരു വ്യത്യസ്ത ടേസ്റ്റ് അല്ലേ? ഞാനൊരു വ്യത്യസ്ത ടേസ്റ്റ് കൊണ്ടുവരാണ് നോക്കിയത്. ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഈ അൽഫാമിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ആബിദ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. കഫീന ഹബിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞു, ഞാനതൊക്കെ രുചിച്ച് നോക്കി. അപ്പം നമ്മളൊരു എൻഡിലേക്ക് പോവുകയാണ്. എന്തായാലും കഫീന ഹബിലേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ വരണം, ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു നല്ലൊരു റിസൾട്ട്, നല്ല സർവീസാണ് ഇവരുടേത്. എന്തുകൊണ്ടും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സേവനം ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. നല്ല വിഭവങ്ങളാണ്. അൽഫാമിന് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ 12 to 12 വരെയാണ് ഇവരുടെ ടൈം. അതായത് രാവിലെ 12 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ അല്ലേ? അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് ഇവരുടെ ടൈം ഷെഡ്യൂൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ രാത്രിയിലും തുറന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 12 മണിക്ക് മുമ്പ് എപ്പോഴും വന്നാലും ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടൗൺ ടോപ്പ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.